എല്ലാവർക്കും പവിത്രത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വേദയാണെന്നുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത് എങ്ങോട്ടേക്കായി പോകുന്നത്? ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ അടുത്തേക്കാണോ? ഞാൻ എങ്ങോട്ടേക്ക് പോയാലും നിനക്കെന്താ? അതൊക്കെ എന്തിനാ ഞാൻ നിന്നോട് പറയുന്നത്? എന്നോട് പറയണ്ട, പക്ഷെ വീട്ടിലുള്ളവർ വിചാരിക്കും നാളത്തെ ചടങ്ങ് പേടിച്ചിട്ട് നിങ്ങൾ പോയതായിരിക്കുമെന്ന്. ചെറിയൊരു ഭയം ഉണ്ടല്ലേ? പേടിയോ? നിന്നെയോ? ഞാൻ എന്തിനാണ് നിന്നെ പേടിക്കുന്നത്? നിന്റെയൊക്കെ വീട്ടിലെ അറപ്പിനും വെറുപ്പിനും ഒക്കെ പേടിയെന്നും ഭയമൊന്നും ആണോ പറയുന്നത്? നിങ്ങൾ ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമായിരിക്കും, പക്ഷേ ഈ പറഞ്ഞത് ശരിയല്ല. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവരുതെന്ന് പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. പക്ഷേ ഇനി ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ സത്യസന്ധമായിട്ട് എൻ്റെ കണ്ണിൽ നോക്കി ഉത്തരം പറയണം. നിങ്ങളുടെ ഉള്ളിൽ അല്പമെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കണ്ണിൽ നോക്കി സത്യം പറയും. എന്താ നിനക്ക് അറിയേണ്ടത്? ചോദിക്കാദ്യം. നിങ്ങൾക്ക് എന്നോട് എപ്പോഴെങ്കിലും അറപ്പ് തോന്നിയിട്ടുണ്ടോ? അറപ്പൊന്നും തോന്നിയിട്ടില്ല, അത് ഞാൻ നിന്നോട് വെറുതെ പറഞ്ഞതാണ്. ആണെന്നായിരുന്നു നിങ്ങളുടെ ഉത്തരവെങ്കിലേ ഞാൻ ഇപ്പോൾ തന്നെ ഈ വീടിൻ്റെ പടി ഇറങ്ങിയേനെ. പക്ഷേ എനിക്ക് അറിയായിരുന്നു നിങ്ങൾക്ക് എന്നോട് അറപ്പൊന്നുമില്ല എന്നുള്ളത്. ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ നിങ്ങളുടെ ഭാര്യയായിട്ട് ഞാൻ ഈ വീട്ടിൽ കഴിഞ്ഞത്. ഉമാമഹേശ്വരൻ എന്നെ അങ്ങനെ ചതിക്കുകയൊന്നുമില്ലല്ലോ. നിന്റെ തലയ്ക്ക് വട്ടായെന്ന് പറഞ്ഞിട്ടേ നീ വെറുതെ ദൈവത്തെ കൂട്ടുപിടിക്കാൻ നിൽക്കണ്ട. നീ അങ്ങോട്ടേക്ക് മാറിയേ. നിങ്ങൾക്ക് മനഃപൂർവ്വം അപകടം പറ്റിയതാണെന്നും അത് ആരാണെന്നും എന്നോട് പറയാതെ ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ അടുത്ത് പറയുന്നതേ അത്ര ശരിയൊന്നുമല്ല. എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആരോട് എങ്ങനെ എപ്പോൾ പറയണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. നിന്നോടത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അത് ഉണ്ടാവുകയില്ല. നാളത്തെ ചടങ്ങ് കഴിഞ്ഞാലും ഉണ്ടാവില്ലേ? നാളത്തെ ചടങ്ങ് കഴിഞ്ഞിട്ട് വേണ്ടേ? അങ്ങനെ ഒരു ചടങ്ങ് നാളെ നടക്കില്ല. അങ്ങനെ നമ്മുടെ വിക്രമാണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ട് ശ്രീകാര്യം ശ്രീനിവാസിന്റെ അടുത്തേക്ക് തന്നെ പോവാണ്. വിക്രമിനെ കാണുന്ന സമയത്ത് നമ്മുടെ ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്, എടാ ഇരിക്കുക, നീ പറയുക എന്താ സംഭവിച്ചെന്നുള്ളത്. അതെനിക്ക് അറിയില്ല സർ, രാത്രിയല്ലായിരുന്നോ? ഏതോ ഒരു വണ്ടി തട്ടിയിട്ട് പോയി, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളോ? അല്ലാതെ ആരും മനഃപൂർവ്വം ചെയ്തതല്ലേ? പിന്നെ നീ നാളെ ജില്ലാ ജഡ്ജിയുടെ മകളെ വിവാഹം കഴിക്കാൻ പോവുമല്ലേ? അപ്പൊ പിന്നെ അവരെ ഒറ്റുകൊടുക്കുന്നത് ശരിയല്ലല്ലോ. വരനെ അപകടത്തിലാക്കിയത് ഭാര്യയുടെ ചേട്ടനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ? സർ അങ്ങനെയൊന്നും അല്ല. സാർ എന്നെ മനസ്സിലാക്കിയതിൽ ചെറിയൊരു തെറ്റുണ്ട്. ഈ വിവാഹം നല്ല രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൂടി വിചാരിക്കണ്ടേ? പിന്നെ ഇതെൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതിലേക്ക് സാറിനെ കൂടി വെറുതെ വലിച്ചിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇത് എനിക്ക് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതിൽ സാറിൻ്റെ ആ സഹായം ഞാൻ തേടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് വിലയാ ഉള്ളത്? അത് നീ പറഞ്ഞത് ശരിയാണ്. സൂചി കൊണ്ടെടുക്കേണ്ടതിനെ തൂമ്പ കൊണ്ടെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ആ അഭിലാഷിനെ ഞാൻ പൊക്കിയിട്ടുണ്ട്. അവൻ ഒരു കീടമാണ്. ഇനി അവൻ ഈ ഏരിയയിൽ കാലുകുത്തില്ല. ബാക്കിയുള്ളവർ എന്ത് വേണമെന്ന് നീ പറയാ, ഞാൻ അതുപോലെ ചെയ്തോളാം. ഒന്നും വേണ്ട സർ, അതെനിക്ക് വിട്ടേക്ക്. ശരി, പിന്നെ നീ നാളത്തെ ചടങ്ങിൽ നിന്ന് പിന്മാറുമൊന്നും വേണ്ട. ആ വീട്ടിലെ കുട്ടീനെ ഉപേക്ഷിച്ചിട്ടല്ല നീ പ്രതികാരം ചെയ്യേണ്ടത്. അവളെ താലി കെട്ടി നിന്നോടൊപ്പം ചേർത്ത് നിർത്തിയിട്ട് വേണം അവരോട് പ്രതികാരം ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ ശ്രീനിവാസൻ സാറാണെന്നുണ്ടെങ്കിൽ വിക്രമിന് കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം വിക്രം അത് വേണ്ടാന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട്, നിന്റെ പണക്കാരിയായ അച്ഛമ്മ വന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷെ നിന്റെ പങ്കായിട്ടും എന്തെങ്കിലുമൊക്കെ വേണ്ടേ, ഇത് നീ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് വിക്രമിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അച്ഛമ്മേനെയാണ്. അച്ഛമ്മ നന്ദിനെ കൊണ്ടും വിനയനെ കൊണ്ടും ഒക്കെ പണിയൊക്കെ എടുപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വിക്രമിന്റെ കൂട്ടുകാരും അവിടെ ഉണ്ട്. അപ്പോൾ കൂട്ടുകാരുടെ അടുത്ത് പറയുന്നുണ്ട്, വിക്രമിനെ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അവൻ ആ രാഷ്ട്രീയക്കാരൻ്റെ വീട്ടിൽ പോയതായിരിക്കും അല്ലേ? നീ ചെന്ന് എത്രയും പെട്ടെന്ന് അവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുമെന്ന് പറഞ്ഞേക്ക്. ആ സമയത്ത് നമ്മുടെ വിശ്വനും ശ്രീജയൊക്കെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പം നന്ദിനി ചോദിക്കുന്നുണ്ട്, ശ്രീജയുടെ ഇത് എവിടെ പോയതാ? രാവിലെ പോയതാണല്ലോ. അത് നന്ദിനി, ഞാൻ ഷോപ്പിങ്ങിന് പോയതാണ്. ഷോപ്പിങ്ങിനോ? ശ്രീജയുടെയോ? ഇത്ര പെട്ടെന്ന് ഷോപ്പിംഗ് ചെയ്യാനുള്ള കാശൊക്കെ ശ്രീജയുടെക്ക് എവിടുന്നാ കിട്ടിയത്? അതെനിക്ക് അച്ഛമ്മ തന്നതാണ്. ആ, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. അല്ലെങ്കിലും അച്ഛമ്മയ്ക്ക് എന്നെ പണ്ടേ കണ്ടൂടല്ലോ. എന്നെ മാറ്റി നിർത്തിയിരിക്കുകയല്ലേ? മാറ്റി നിർത്തിയിരിക്കുകയോ? നന്ദിനി, നിനക്ക് ഒരുപാട് നല്ല ഡ്രസ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. നാളെ ഒരു നല്ല ദിവസമായിട്ട് ശ്രീജയ്ക്ക് അവളുടെ മകൾക്ക് ഒരു നല്ല ഡ്രസ്സ് എടുത്തു കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പൈസ കൊടുത്തിട്ട് അവരുടെ അടുത്ത് പോയിട്ട് വരാൻ പറഞ്ഞത്. അതിന് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എനിക്ക് ശ്രീജയുടെ ഡ്രസ്സ് എടുത്തതിൽ ദേഷ്യമൊന്നുമില്ല. പിന്നെ അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ എന്നെ ഇവിടെ കല്യാണം ആലോചിക്കുന്ന സമയത്തെ വിനയേട്ടന് മെസ്സേജ് അയച്ചതൊക്കെ എനിക്കറിയാം. ഞാൻ കറുത്തിട്ടാണ്, എൻ്റെ മുഖം കണ്ട കുതിരയുടെ മുഖം പോലെ ഇരിക്കും. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളെപ്പോലൊരു ന്യൂജൻ അച്ഛമ്മ എങ്ങനെയൊന്നും അല്ല ചിന്തിക്കേണ്ടത്. അങ്ങനെ ദേഷ്യപ്പെട്ട് നമ്മുടെ നന്ദിനിയാണെങ്കിൽ അങ്ങോട്ടേക്ക് കയറി പോവാണേ. അപ്പോൾ നമ്മുടെ ശ്രീജ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, എടി നീ ഒന്ന് അവിടെ നിന്നേ. എന്നിട്ട് ഒരു കവറിൽ സാരി എടുത്തിട്ട് നന്ദിനിക്ക് കൊടുക്കുവാണേ. ഇത് നിനക്കുള്ള സാരിയാണ്, അച്ഛമ്മയാണ് പൈസ തന്നത് നിനക്ക് വാങ്ങിത്തരാൻ വേണ്ടിയിട്ട്. പിന്നെ നീ അറിയാതെ നിന്റെ ഒരു അളവ് ബ്ലൗസ് ഞാൻ എടുത്തുകൊണ്ട് പോയിട്ട് ബ്ലൗസും തയ്പ്പിച്ചിട്ടുണ്ട്. അച്ഛമ്മയാ പറഞ്ഞത് നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന്. അപ്പോഴേക്കും നമ്മുടെ നന്ദിനി ഇങ്ങനെ ചമ്മി നിൽക്കുകയാണ്. എന്നിട്ട് അച്ഛമ്മയടുത്ത് പറയുന്നുണ്ട്, സോറി അച്ഛമ്മ, എനിക്ക് സർപ്രൈസ് തന്നതാണല്ലേ എന്നൊക്കെ. അപ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, നീ ആദ്യം ആ സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് ഇട്, അത് കാണിച്ചിട്ട് നീ അകത്തേക്ക് പോയാൽ മതി. നിന്നെ ഞാൻ എപ്പോഴാടി കറുത്തവളെന്നും കുതിരമോന്തി ഉള്ളവളാണെന്നൊക്കെ പറഞ്ഞത്? അതച്ഛമ്മ, എനിക്ക് കുശുമ്പും അസൂയയൊക്കെ കൂടിയപ്പോൾ ഞാൻ വെറുതെ അങ്ങനെ അങ്ങ് പറഞ്ഞതാ. പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമലാമ്മയും പിന്നെ അയലത്തുള്ള കുറേ ആൾക്കാരൊക്കെ ചേർന്നിട്ട് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലൊരാൾ ചോദിക്കുന്നുണ്ട്,
എന്തിനാണ് കമലേച്ചി ഇനി ഒരിക്കൽ കൂടി അവരുടെ താലികെട്ട് നടത്തുന്നതോ? ഒരു തവണ അവർ താലി കെട്ടിയതല്ലേ? അപ്പോൾ നമ്മുടെ കമലാമ്മ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, പിന്നെ എന്തിനാണ് അതിനെപ്പറ്റി ചോദിക്കുന്നത്? ഇപ്പൊ പിന്നെ രണ്ട് വീട്ടുകാരും കൂടി അംഗീകരിച്ച് നല്ല രീതിയിൽ അവരുടെ ചടങ്ങ് നടത്തണമെന്ന് ഞങ്ങൾക്ക് തോന്നി, അതുകൊണ്ട് നടത്തുന്നതേ ഉള്ളൂ. ഇപ്പൊ പിന്നെ എല്ലാവരും ലിവിങ് ടുഗദർ ഒക്കെ കഴിഞ്ഞിട്ടല്ലേ കമല ചേച്ചി കല്യാണം കഴിക്കുന്നത്, അതുപോലെയാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഇത് കേട്ടിട്ട് നന്ദിനി പറയുന്നുണ്ടേ, ഇത്രയും നാളും അവർ ലിവിങ് ആയിരുന്നു, പക്ഷെ ഇതുവരെ ടുഗദർ ആയിട്ടില്ലായിരുന്നു. ഇനി ടുഗദർ ആവുമോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ഇത് കേട്ടിട്ട് നമ്മുടെ അച്ഛമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ടേ, നന്ദിനി നീ എന്താ ഈ പറയുന്നത്? തറവാട്ട് അമ്പലത്തിൽ വെച്ചിട്ട് അവരുടെ മാലയിടിയിൽ കഴിഞ്ഞിട്ടേ മണിയറയിലേക്ക് നീയും കൂടിയല്ലേ അവരെ കൊണ്ടാക്കിയത്. എന്നിട്ട് നീ എന്താ അവർ ഒരുമിച്ചല്ല ജീവിക്കുന്നതെന്ന് പറഞ്ഞത്? അതച്ഛമ്മേ, ഞാനൊരു തമാശ പറഞ്ഞതാണ്. ആദ്യം അവൾ ഇവിടെ ഹോളിലല്ലായിരുന്നോ കിടക്കുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാ. അത് ആദ്യമല്ലേ ഹോളിൽ കിടന്നത്? അന്ന് ആ തറവാട്ടമ്പലത്തിൽ വെച്ച് മാലയിട്ടതിന് ശേഷം അങ്ങനെ അല്ലല്ലോ. അതല്ല അച്ഛമ്മേ. എന്നാ പിന്നെ നീ മേലിൽ ഇങ്ങനെ തോന്നിവാസം പറയരുതെന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ വഴക്ക് പറഞ്ഞിട്ട് വിടുകയാണ്. എന്തായാലും ഒരു വലിയ വീട്ടിലെ കൊച്ചല്ലേ, അപ്പൊ പിന്നെ അവർ നല്ല രീതിയിൽ മുതലൊക്കെ തരുമായിരിക്കും അല്ലേ? അവരുടെ മുതൽ കണ്ടിട്ടാണോ തങ്കം ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യം ഞങ്ങൾക്കില്ല. ഇപ്പോൾ എല്ലാവരും പെണ്ണ് കാണാനെന്ന് പറഞ്ഞിട്ട് ഞെളിഞ്ഞിരുന്ന് പോയിരുന്ന് ചോദിക്കുമല്ലോ. ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് പെണ്ണിനെ മാത്രം തന്നാൽ മതി. പിന്നെ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുത്തോളൂ. ഇങ്ങനെ പറയുന്നവരെ വേണം ആദ്യം അടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ തങ്കം പറയുന്നുണ്ട്, നമ്മൾ ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ അച്ഛമ്മേ, അവരായിട്ട് ഇങ്ങോട്ട് തരുന്നതല്ലേ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ വേദ അവിടെ നിന്ന് വരുന്നുണ്ട്. അത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്